ഇവളെങ്ങനെ എപ്പോഴും ഒരു ഹാപ്പി ഫ്രീക്വൻസിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇവള് ഹാപ്പി ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് റീച്ച് കയറും, നമുക്ക് നല്ല വ്യൂസ് വരും, നമുക്ക് കുറെ അഡ്മിഷൻ വരും. ഇതിലിപ്പോ ഒരു ഡിസിഷൻസ് എടുക്കേണ്ടതിൽ ചിലപ്പോ വൈഫ് എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോ അംസാറിന് ചിലപ്പോ ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ റോൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? എന്തോ നമ്മൾ തമ്മിൽ എന്തോ പൊരുത്തുള്ളത് കൊണ്ടിരിക്കും, എനിക്കറിയില്ല. ഇപ്പോൾ അഭിക്കാക്ക് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം എന്നോട് സംസാരിക്കും. ഇത് സംസാരിച്ച് നമ്മൾ ക്ലാരിറ്റി വരുത്തും. എന്നിട്ട് ഞാൻ അതിലൊരു കാര്യം പറയും, രണ്ടും കൂടെ ഒരു ഡിസിഷൻ ആക്കും. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സെയിൽസിലോ അങ്ങനെയൊക്കെ ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒറ്റയ്ക്ക് തന്നെ എടുക്കുന്നുണ്ടാവും. ഇനി മാർക്കറ്റിങ്ങിലാണ് ഞാൻ മെയിനായിട്ട് ഇറങ്ങുന്നത്. അപ്പം അതിൽ ഡിസിഷൻസ് നമുക്ക് ഒരുമിച്ചാണ് പൊതുവെ എടുക്കാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവളെങ്ങനെ എപ്പോഴും ഒരു ഹാപ്പി ഫ്രീക്വൻസിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇവള് ഹാപ്പി ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് റീച്ച് കയറും, നമുക്ക് നല്ല വ്യൂസ് വരും, നമുക്ക് കുറെ അഡ്മിഷൻ വരും. ഇവള് സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഇവളെന്തെങ്കിലും പ്രശ്നമാണ്, നമ്മൾ തമ്മിൽ ഫൈറ്റ് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ഇവള് ഹാപ്പി ആവണം. അപ്പോൾ അതാണ് എൻ്റെ ഡ്യൂട്ടി. ഡെയിലി ഇവളെ സ്ട്രെസ് ഫ്രീ ആക്കണം, ഇവളെ പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിൽ. അല്ലാതെ ഇവക്കൊരിക്കലും ഒരു എമൗണ്ട് ഒരു മോട്ടിവേഷൻ അല്ല, ഇത്ര ഇൻകം കിട്ടണം എന്നുള്ളൊരു മോട്ടിവേഷൻ അല്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി ആവണം. ഞാൻ ഹാപ്പി ആവണമെങ്കിൽ എനിക്ക് ബിസിനസ് ഹാപ്പി ആവണം. ഇവിടെ നല്ല ഹാപ്പി ആണെങ്കിൽ 2-3 വീഡിയോസൊക്കെ ഞങ്ങൾക്ക് 3-4 അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്നും ഇടൂല. അപ്പോൾ ആ രീതിയിലേക്ക് ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും.